വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്നത്തെ വീഡിയോയിൽ കണ്ടിട്ട് ഒരു ഏർലി ഡിന്നർ അല്ലെങ്കിൽ ഒരു ഹൈ ടീയുടെ ഐഡിയാസാണ്. ഏർലി ഡിന്നർ ആയതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് 2 കേരള സ്നാക്ക് കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിലാദ്യം ഞാൻ ചെയ്യുന്നത് ചക്ക കൊണ്ടുണ്ടാക്കുന്ന കുമ്പിളപ്പമാണ്. നിങ്ങളെൻ്റെ വീക്ക്ലി പ്രപ്പ് വീഡിയോയിൽ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ശർക്കര ഞാൻ എപ്പോഴും നേരത്തെ ഉരുക്കി അരിച്ചെടുത്ത് വെക്കും. അപ്പോൾ ആ ശർക്കര കുറച്ചെടുത്ത് ചൂടാക്കുക ആൻഡ് അതിലോട്ട് ചക്ക ആവിയേറ്റി മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് ആഡ് ചെയ്യുക ആൻഡ് നന്നായിട്ട് ചക്കയും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ബാറ്ററിനായിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/4 കപ്പ് റാഗി പൗഡറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി തന്നെയാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ പൊടിയിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ചക്കയും ശർക്കരയും കൂടിയായിട്ടുള്ള മിക്സ് ആഡ് ചെയ്യുക ആൻഡ് കൈകൊണ്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്യുക, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ആൻഡ് ഈ ഒരു ബാറ്റർ ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മുടെ നോർമൽ വെള്ളം ആഡ് ചെയ്യുക. അങ്ങനെ വലിയൊരു കണക്കൊന്നും ഇതിന് ആവശ്യമില്ല. ഏകദേശം ഒരു 1/2 കപ്പ് ശർക്കരയൊക്കെ വേണ്ടി വരും. ആൻഡ് അതിപ്പം മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പോലെയാണ് വേണ്ടത്. ആൻഡ് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ആണെങ്കിൽ അങ്ങനെ കറക്റ്റ് കണക്കൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഒരു ബാറ്റർ ഇരിക്കാനായിട്ട്. ആൻഡ് ചെറിയൊരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് കുറച്ച് പഴുത്ത ചക്ക, നമ്മൾ യൂസ് ചെയ്ത ചക്കയുടെ തന്നെ കുറച്ച് പഴുത്ത പീസസ് ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട് അതും ഈ ബാറ്ററിലോട്ട് ആഡ് ചെയ്യാം. ഈ പഴുത്ത ചക്ക ഈ ഒരു ബാറ്ററിൽ വരുന്നത് നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ ഒരു 1/2 കപ്പ് ഫ്രഷ്ലി ഗ്രേറ്റഡ് കോക്കനട്ട് തേങ്ങ ആഡ് ചെയ്യുക. തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്താലും മതി. തേങ്ങയുടെ ഫ്ലേവറും നന്നായിട്ടുള്ളതാണ് ഈ കുമ്പളപ്പത്തിന് നല്ലത്. ചിലർ ഏലക്കയും ചുക്കൊക്കെ ഇതിൽ ആഡ് ചെയ്യും. ബട്ട് എനിക്ക് ഈ രണ്ടിൻ്റെയും ഫ്ലേവർ ഈ കുമ്പളപ്പം ചക്ക കൊണ്ടുണ്ടാക്കുന്ന കുമ്പളപ്പത്തിന് ഇഷ്ടമല്ല. അപ്പം ഞാനത് ആഡ് ചെയ്യുന്നില്ല. ബട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു പിഞ്ച് ഏലക്കയുടെ പൊടിയും ചുക്കിൻ്റെ പൊടിയും ആഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഈ കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് പരുത്തിയില അല്ലെങ്കിൽ ആലില വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പരുത്തിയിലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കോണായിട്ട് മടക്കുക ആൻഡ് ഈ ബാറ്റർ ഉള്ളിൽ ഫില്ല് ചെയ്യുക ആൻഡ് അത് ക്ലോസ് ചെയ്യുക ആൻഡ് ടൂത്ത് പിക്ക് കൊണ്ട് മറ്റേ അറ്റം പിൻ ചെയ്യുക. ഇല നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഈ ഇലയുടെ ഷേപ്പിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ അച്ചുകളും വാങ്ങിക്കാൻ കിട്ടും. ബട്ട് ഈ ഇലയുടെ ഫ്ലേവർ ഭയങ്കര നല്ലതാണ് ഈ കുമ്പളപ്പത്തിന്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലയിൽ ഗീ അപ്ലൈ ചെയ്തിട്ട് വേണം മാവ് ആഡ് ചെയ്യാനായിട്ട്. അങ്ങനെ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഗീ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഗീയുടെ ഫ്ലേവറും കൂടി അതിലുണ്ടാവും. ആൻഡ് ഒരു 20 മിനിറ്റ്സ്, ഒരു 15 to 20 മിനിറ്റ്സ് ഒന്ന് സ്റ്റീം ചെയ്യാം. അടുത്തത് അനിയൻ പക്കോടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 2 വലിയ സവാള നീളത്തിൽ അരിയുക. ഇനി ബാറ്ററിനായിട്ട് 1 കപ്പ് മൈദമാവ്, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, ഗ്രീൻ ചില്ലി നീളത്തിൽ കട്ട് ചെയ്തത്, ഉപ്പ് ആവശ്യത്തിന്, കായപ്പൊടി 1/4 ടീസ്പൂൺ ആൻഡ് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് കാശ്മീരി ചില്ലി പൗഡർ ആൻഡ് 2 ടേബിൾ സ്പൂൺ കടലമാവ്. ഇത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ അനിയൻ പക്കോടയ്ക്ക് എപ്പോഴും കായത്തിൻ്റെ ടേസ്റ്റും ഗ്രീൻ ചില്ലിയുടെ ടേസ്റ്റൊക്കെ കൂടുതലുള്ളതാണ് നല്ലത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി മിക്സ് ചെയ്ത് ഒരു ലൂസ് ബാറ്ററാക്കി എടുക്കുക. ഒരുപാട് തിക്ക് ബാറ്റർ ആണെങ്കിൽ ഭയങ്കര ഒരു മാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ നിൽക്കുക. അപ്പോൾ അധികം തിക്കും ആവണ്ട, തീരെ ലൂസും ആവണ്ട. ആ ഒരു പരുവത്തിൽ വേണം ബാറ്റർ എടുക്കാനായിട്ട്. എനിക്കെപ്പോഴും ഈ ഗ്രീൻ ചില്ലിയുടെയും കറി ലീവ്സിൻ്റെയും കായത്തിൻ്റെയൊക്കെ ടേസ്റ്റ് കൂടുതൽ നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാനെപ്പോഴും അതെല്ലാം കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയിലോട്ട് ചെറിയൊരു പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമുക ആൻഡ് ഈ ബാറ്ററിലോട്ട് ആഡ് ചെയ്യുക. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക ആൻഡ് നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ വറുത്തെടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ അനിയൻ പക്കോട വറുക്കാനായിട്ട്. ആൻഡ് ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം.
അടുത്തത് ട്യൂണ സാൻഡ്വിച്ചാണ്. നമ്മുടെ കൊച്ചിനിലെ ആൻസ് ബേക്കറിയിലെ ട്യൂണ സാൻഡ്വിച്ച് ഒരുമാതിരി എല്ലാവരുടെയും തന്നെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എക്സാക്റ്റ് അതുപോലെ തന്നെ വരും. അപ്പോൾ ഈ ട്യൂണ സാൻഡ്വിച്ച് ഞാൻ ക്യാൻ ട്യൂണ വെച്ചാണ് ചെയ്യുന്നത്. 2-3 വെറൈറ്റി ക്യാൻ ട്യൂണ അവൈലബിൾ ആണ്. വാട്ടറിലുള്ളതും ഒലിവ് ഓയിലുള്ളതും സൺഫ്ലവർ ഓയിലുള്ളതും ബ്രൈനിലുള്ളതും. ഞാൻ ഈ വെള്ളത്തിലുള്ള ക്യാൻ ട്യൂണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടിന്നിലുള്ള എക്സ്ട്രാ വാട്ടർ കണ്ടൻറ്റ് സ്ട്രെയിൻ ചെയ്ത് കളയാം. ഇനി സാൻഡ്വിച്ചിനായിട്ട് പാനിലോട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക, ആൻഡ് സവാള ആഡ് ചെയ്യുക, സെലറി ആഡ് ചെയ്യുക, സ്പ്രിംഗ് അനിയൻ ആഡ് ചെയ്യുക, കുറച്ച് ഉപ്പ്, പെപ്പർ, ഇത്രയും മതി. അത് നന്നായിട്ട് സോട്ടേ ചെയ്യുക. ആൻഡ് നമ്മുടെ സ്ട്രെയിൻ ചെയ്ത ട്യൂണ ആഡ് ചെയ്യുക. ആൻഡ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്യുക. ഒരുപാട് അങ്ങ് സോട്ടേ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മതി. ഇനി സാൻഡ്വിച്ച് അസംബിൾ ചെയ്യാനായിട്ട് സാൻഡ്വിച്ച് ബ്രെഡ് അല്ലെങ്കിൽ നോർമൽ ബ്രെഡ് ആണെങ്കിലും യൂസ് ചെയ്യാം. ബ്രെഡിൻ്റെ ക്രസ്റ്റ് എല്ലാം മാറ്റാം. ആൻഡ് ബ്രെഡിൻ്റെ 2 സൈഡിലും മേയോനൈസ് അപ്ലൈ ചെയ്യാം. മേയോനൈസിന് ഞാൻ ഹെൽമൻസിൻ്റെ മേയോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ട്യൂണയുടെ മിക്സ് കുറച്ചൊന്ന് ചൂടാറിയിട്ട് വേണം സാൻഡ്വിച്ചിൽ ഫില്ല് ചെയ്യാനായിട്ട്. ഒരു സൈഡിൽ ട്യൂണയുടെ ഫില്ല് ചെയ്യുക, മറ്റേ സൈഡിൽ ലെറ്റ്യൂസും ആഡ് ചെയ്യാം. ചിലവർക്ക് കുറേ കൂടെ ക്രീമി ആയിട്ടുള്ള ഫില്ലിംഗ് ആയിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്യൂണയുടെ മിക്സ് കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് അതിലും കുറച്ച് മേയോ മിക്സ് ചെയ്യാം. ബട്ട് ആൻസിലെ ട്യൂണ സാൻഡ്വിച്ച് ഇതുപോലെയാണ് കിട്ടുന്നത്. നിങ്ങളിത് നമ്മുടെ ആൻസ് ബേക്കറിയിൽ നിന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ട്യൂണ സാൻഡ്വിച്ച് ഒന്ന് ട്രൈ ചെയ്യുക. ആൻഡ് ഞാൻ പറഞ്ഞ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. ആൻഡ് ഇത് രണ്ടും കൂടി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഹൈ ടീ കം ഡിന്നർ ഐഡിയാസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ സ്നാക്സ് കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഇനി മെയിൻ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ പ്ലാൻ ചെയ്തത് നമ്മുടെ ചിക്കൻ സ്റ്റൂവും അപ്പവുമാണ്. ചിക്കൻ സ്റ്റൂയുടെ ഫുൾ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ. ഇന്നിപ്പോൾ ചെയ്ത ചിക്കൻ സ്റ്റൂവിൽ കുറച്ച് കിസ്മിസും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്, ഫ്രൈ ചെയ്ത്. ബിക്കോസ് ഞാൻ ഈ അടുത്താണ് നമ്മുടെ ജോജുയുടെ വൈറൽ വീഡിയോ ബീഫ് സ്റ്റൂവിനെ പറ്റി പറയുന്നത് കേട്ടെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനും ഈ കിസ്മിസ് ഫ്രൈ ചെയ്ത് സ്റ്റൂവിൽ ആഡ് ചെയ്തു. അപ്പോൾ ചെറിയ മധുരം സ്റ്റൂവിൽ ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയും കുറച്ച് കട്ടിയുള്ള അപ്പത്തിൻ്റെ റെസിപ്പിയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ. ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും ഈക്വലി നല്ലതാണ്. ഈ നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള അപ്പമാണെങ്കിൽ ലൈവായിട്ട് കുക്ക് ചെയ്യണതാണ് നല്ലത്, നമ്മുടെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ട്. ബട്ട് മറ്റേ കട്ടിയുള്ള അപ്പമാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാം. നെക്സ്റ്റ് എൻ്റെ പാർട്ടി ഓർഡേഴ്സിൽ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്ന ബാർബിക്യൂ പോർക്ക് റിബ്സാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ബാർബിക്യൂ പോർക്ക് റിബ്സിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ സ്പെഷ്യൽ ഒക്കേഷനോ അല്ലെങ്കിൽ ഈസ്റ്റർ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഡിഷാണ്. അടുത്തത് ജിഞ്ചർ ടീ. ചായ നമ്മൾ പല ഫ്ലേവറിലുണ്ടാക്കും. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ഈ ജിഞ്ചർ ടീ ആണ്. അപ്പോൾ പാല് 1 കപ്പ്, അത്രയും തന്നെ വെള്ളം. എനിക്ക് പാല് കൂടുതലായിട്ടുള്ള ചായനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കുറച്ചുകൂടി വെള്ളം പോലെ ഇരിക്കുന്ന ചായയാണ്. അപ്പോൾ ഞാൻ ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത്. അതിലോട്ട് കുറച്ച് ജിഞ്ചർ
ചതച്ച് ആഡ് ചെയ്യുക. ആൻഡ് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. നന്നായിട്ട് പാല് ബോയിൽ ചെയ്യിക്കുക. ആൻഡ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചായപ്പൊടി ആഡ് ചെയ്യുക. ചായപ്പൊടി ഞങ്ങൾ റിപ്പിളിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് കുറച്ച് നേരം ബോയിൽ ചെയ്യിക്കുക. ആൻഡ് സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കുക. നിങ്ങൾക്ക് ഈ കുമ്പളപ്പവും അണിയൻ പക്കോടയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു മെനു ആണോ ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്യുന്ന പോലെ സാലഡും വേറെ കുറേ നമ്മുടെ കോണ്ടിനെൻ്റലും അല്ലെങ്കിൽ ചൈനീസ് സ്നാക്കൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷനാണോ ഇഷ്ടമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം.